ഞങ്ങൾ മനസ്സിലാക്കുന്നത് 1:30 മണിക്കും 2 മണിക്കും ഇടക്കായിട്ടാണ്. ഇതൊരു വർക്ക്ഷോപ്പ്, ഒരു വീടും കൂടിയാണ്. അപ്പുറത്തൊരു ആക്രിക്കടയാണ്. ശിവപാർവതി ആക്രിക്കട എന്നുള്ളതാണ് പേര്. അത് രാജു എന്ന് പറഞ്ഞൊരാളുടെയാണ്. ഇയാൾ ഒരു 10-30 വർഷക്കാലമായിട്ട് നടത്തുന്നൊരു സ്ഥാപനമാണ്. ഈ കടയുടെ ബാക്കിൽ നിന്നൊരു തീ ഈ വീട്ടുകാരൻ കിടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ആ വീട്ടുകാരൻ അയാൾ ഓണറുമാണ്. അപ്പോൾ അയാൾ കേട്ട ശബ്ദത്തിൽ നിന്നാണ് ഈ പറഞ്ഞ സാധനം മനസ്സിലാവുന്നത്. കൺട്രോൾ ആയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഏതാണ്ട് ഒരു 10-ലധികം യൂണിറ്റ് ഫയർഫോഴ്സ് വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഫോംസ് അടിച്ച് കൺട്രോളായി. 2 മണിക്ക് ഞാൻ ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റ് വന്ന മോനപ്പോൾ ഉറങ്ങിയില്ല. ഞാൻ ചോദിച്ചെന്തോ ഉറങ്ങാച്ചെന്ന്. തിരിച്ച് വന്നപ്പോൾ ലൈറ്റ് പോയി കഴിഞ്ഞപ്പോൾ മോനെൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോന്നു. കത്തുന്നു അപ്പുറത്തെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നെയും കൈ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതിനകത്തേക്ക് ഇങ്ങനെ ആളി കത്താൻ തുടങ്ങി. സാധനങ്ങളൊക്കെ പുറത്തെടുത്തിട്ടല്ല, സാധനങ്ങളൊക്കെ അവിടെ കിടക്കും അതിനുള്ളിൽ. ആ, പൊട്ടിക്ക് സൗണ്ട് കേട്ടാണ് മകൻ പുറത്തോട്ട് ഇറക്കൊണ്ടുവന്നത്. എസ് ശ്യാംകുമാർ ഇപ്പോൾ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ശ്യാംകുമാർ, അപ്പോൾ ഈ ഒരു പൊട്ടിത്തെറി കേട്ടു എന്ന് ആ വീട്ടമ്മ പറയുന്നുണ്ട്. കൃത്യമായി ഈ തീപിടുത്തത്തിന്റെ കാരണം സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ ശ്യാംകുമാർ? ഉന്മേഷ്, തീപിടുത്തത്തിന്റെ കാരണം അത് ആദ്യം രക്ഷാപ്രവർത്തനം, അതിനുശേഷം പരിശോധന, അങ്ങനെ നടത്തുന്ന പരിശോധനയിൽ മാത്രമാകും അതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സാധിക്കുക. കാരണം ഷോർട്ട് സർക്യൂട്ടാണോ, നേരത്തെ ഈ വീട്ടുടമ, ഈ സ്ഥാപനത്തിന്റെ ഉടമ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ആരെങ്കിലും തീ വെച്ചതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് അന്വേഷണത്തിലേക്ക് വരേണ്ടതുണ്ട്. ഏതായാലും പ്രാഥമികമായി ഇതിന്റെ കാരണം എന്തെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നിലവിൽ രക്ഷാപ്രവർത്തനത്തിനും മറ്റ് ഭാഗങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. പ്രത്യേകിച്ച് കടവന്ത്രയിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ട്രാൻസ്ഫോമറുകളും മറ്റു കടകളും ഒക്കെ ഉള്ള ഭാഗത്താണ് ആ തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തീ മറ്റിടങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു പോലീസും ഫയർഫോഴ്സും ഒക്കെ ശ്രമിച്ചത്. 10-ലധികം യൂണിറ്റുകൾ വളരെ വേഗത്തിൽ ഇവിടെ കുതിച്ചെത്തി ആ തീ നിയന്ത്രണ വിധേയമാക്കിയതും അതുകൊണ്ട് തന്നെയാണ്. നിലവിലിപ്പോൾ തീ 90% നിയന്ത്രണ വിധേയമായി എന്ന് തന്നെ പറയാം. നിലവിൽ ഉദ്യോഗസ്ഥർ അകത്ത പരിശോധന നടത്തുന്നത് ഇനി തീ പിടിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി കൂടിയാണ്. ഏതായാലും ആ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായ തീപിടുത്തം. ആ കടയിൽ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പൂർണ്ണമായും കത്തിനശിക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മണിക്കൂറുകളോളം ശ്രമിച്ചാണ് ഇപ്പോൾ ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. പുക ഉൾപ്പെടെ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു. കൊച്ചി നഗരത്തിൽ പുലർച്ചെ തന്നെ പടർന്ന വിഷപ്പുക ഉൾപ്പെടെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. ഏതായാലും വലിയൊരു രക്ഷാപ്രവർത്തനം അവർ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. അതിനുശേഷം ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോയ ഉദ്യോഗസ്ഥരാണ് അവരിപ്പോൾ പുറത്തേക്ക് ഓക്സിജൻ മാസ്ക് ഒക്കെ ധരിച്ച് അകത്തേക്ക് പോയ ഉദ്യോഗസ്ഥർ, ആ വിഷപ്പുകയിലേക്ക് പോയ ഉദ്യോഗസ്ഥരാണ് പുറത്തേക്ക് വരുന്നത്. അതാണ് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ആ ഉദ്യോഗസ്ഥർ തിരിച്ചെത്തിയിരിക്കുന്നു. അകത്ത് തീപിടുത്തം സുരക്ഷിതമായി നിയന്ത്രിച്ച ശേഷമാണ് ആ ഉദ്യോഗസ്ഥർ അതിന്റെ പരിശോധനയ്ക്ക് പോയത്. ഏതായാലും ആ ഉദ്യോഗസ്ഥർ എല്ലാവരും തിരിച്ച് എത്തിയിരിക്കുന്നു. തീ നിയന്ത്രണ വിധേയമാക്കാനും സാധിച്ചിരിക്കുന്നു. കേരള ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ 10-ലധികം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന യൂണിറ്റുകളുടെയൊക്കെ നേതൃത്വത്തിലാണ് ആ തീ നിയന്ത്രിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ രാവിലെ തന്നെ പുലർച്ചെ 2:30 വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ എത്തുകയും ആ തീ നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഉള്ളപ്പോഴാണ് ഈ തീ നിയന്ത്രിക്കാനും മറ്റിടങ്ങളിലേക്ക് കൂടുതൽ വ്യാപിക്കാതിരിക്കാനുമുള്ള ഒരു വലിയ ഒരു പ്രയത്നം അവർ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചത്. ഏതായാലും നിലവിലിപ്പോൾ തൊട്ട് നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. പക്ഷേ അപ്പോഴേക്കും ആ തീ നിയന്ത്രണം ആക്കിയിട്ടുണ്ട്. രാവിലെ തന്നെ ഈ കൊച്ചി നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകൾ എത്തിയിരുന്നു. ഏതായാലും തീ പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുന്നു. പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ളവർ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് അത് സാധിച്ചിരിക്കുന്നത്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്നത് ഉൾപ്പെടെ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട സാഹചര്യമാണ്. നേരത്തെ നമ്മളോട് സ്ഥാപനത്തിന്റെ ഉടമ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് തീ വെച്ചതാകാൻ സാധ്യതയുണ്ട്. കാരണം 37 വർഷമായി അദ്ദേഹം ഇവിടെ ഈ കച്ചവടം ചെയ്യുന്നു. പക്ഷെ ഒരു തവണ പോലും ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ആ വീഴ്ച ഉണ്ടാകാതെ അത്ര ശ്രദ്ധയോടുകൂടി കൊണ്ടുപോയ ഒരു കച്ചവടത്തിൽ ഇങ്ങനെ ഉണ്ടാകണമെങ്കിൽ അത് മാനുഷികമായിരിക്കണം, അത് ആരെങ്കിലും ചെയ്തതായിരിക്കണം എന്നുള്ളൊരു സംശയം അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് സൗത്ത് മേൽപ്പാലത്തിന്റെ മുകൾ വശത്ത് ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിരയായി കിടക്കുന്നതാണ്. അവിടെ നിന്ന് അവരുടെ എക്യുപ്മെന്റ്സും മറ്റും താഴേക്ക് എത്തിക്കുന്നത് ഉൾപ്പെടെ കാണാം. അവിടെ ഉൾപ്പെടെ നിന്നുകൊണ്ടാണ് നേരത്തെ തീ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവർ ഫയർ എഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ചിരുന്നത്. താഴത്തും അതേസമയം തന്നെ മറ്റ് ഫയർ എഞ്ചിനുകൾ എത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും കൊച്ചി ACPയുടെ നേതൃത്വത്തിൽ പോലീസും ഫയർഫോഴ്സും ജില്ലയിലെ മുഴുവൻ ഫയർ സംവിധാനങ്ങളും എറണാകുളത്തേക്ക് സൗത്ത് മേൽപ്പാലത്തിനടിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം, മണിക്കൂറുകൾ നീണ്ട ഒരു പ്രവർത്തനത്തിലൂടെ
ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു. പുക ഉൾപ്പെടെ നിലവിൽ ഇപ്പോൾ ഇവിടെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കൊച്ചി നഗരത്തെ ആകെ ബാധിച്ച ഒരു വിഷപ്പുകയായിരുന്നു രാവിലെ ഇവിടെ നിന്ന് ഉയർന്നത്. ബ്രഹ്മപുരത്ത് തീപിടുത്തം ഉണ്ടായപ്പോൾ കൊച്ചി നഗരത്തിൽ പുക ബാധിച്ചതുപോലെ തന്നെയായിരുന്നു പുകപടലങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ആ തീ നിയന്ത്രിച്ചു തുടങ്ങിയിട്ടുണ്ട്. രാവിലെ കൊച്ചി നഗരത്തിലേക്കുള്ള ഗതാഗതം ഉൾപ്പെടെ നിയന്ത്രിച്ചുകൊണ്ടാണ് സൗത്ത് മേൽപ്പാലത്തിലൂടെയുള്ള ഗതാഗതം ഉൾപ്പെടെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ തീ നിയന്ത്രിക്കാനായിട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. ഏതായാലും ഫയർഫോഴ്സ് വളരെ വിജയകരമായി തന്നെ ആ ജോലി പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി എങ്ങനെ ഇവിടെ തീപിടുത്തം ഉണ്ടായി എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ തീപിടുത്തം ഉണ്ടായതിന്റെ തൊട്ടടുത്ത് കൂടിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ IOCയുടെ പെട്രോൾ പമ്പുകൾ, പെട്രോൾ പൈപ്പുകൾ ഉൾപ്പെടെ ഇതിന്റെ താഴത്തുകൂടി പോയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ അപകടം നിറഞ്ഞ ഒരു സ്ഥലത്താണ് സുരക്ഷിതമായി തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ ചുമതല ഏറ്റെടുത്തത്. കാരണം തീ ആളിപ്പടർന്നിരുന്നുവെങ്കിൽ മറ്റ് അപകടങ്ങളിലേക്ക് പോകാമായിരുന്നു. കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കാമായിരുന്ന ഒരു തീപിടുത്തമാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചത്. മണിക്കൂറുകളോളം തീഗോളങ്ങൾ നിറഞ്ഞു നിന്ന അന്തരീക്ഷം ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളിൽ ഇപ്പോഴും കാണാം. അതിന്റെ അകത്ത് നിന്ന് പുക വരുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും കാണാം. ഏതായാലും വലിയ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെ ചേർന്നുള്ള ശ്രമത്തിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു. നിലവിൽ പുക ഉൾപ്പെടെ നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഒരുപക്ഷെ പോലീസ് അന്വേഷണം വേണ്ടിവരും. നേരത്തെ ഉടമസ്ഥൻ പറഞ്ഞതുപോലുള്ള കാരണങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവസാന ഘട്ടത്തിൽ ആ തീ പൂർണ്ണമായും കെടുത്തി പുക ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിന്റെ പരിശോധന ഉൾപ്പെടെ നടക്കുമെന്ന് ഉറപ്പാണ്. ഈ തീ നിലവിൽ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു. ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, എപ്പോഴാണ് ഈ തീ കണ്ടത്? 1:45 സമയം. ഞങ്ങൾ അപ്പൊ പോയുള്ളൂ ഇവിടുന്ന്. തീ പിടിച്ചതിന് ശേഷം ഞാൻ വന്നത്, വിളിച്ചുകൊണ്ട് ഞാൻ വന്നതാ. ഈ അമ്മയൊക്കെ ഇതിന്റെ അകത്ത് മാറ്റിയൊക്കെ അപ്പൊ പുള്ളി ഉണ്ടായിരുന്നു ഇവിടെ, മകനോ അമ്മയോ ഉണ്ടായിരുന്നു. അത് തീ കത്തിപ്പ് കയറി കഴിയുമ്പോഴത്തേക്ക് അവര് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളെ വിളിച്ച് ഞങ്ങളൊക്കെ വന്നതാ. ചെറിയൊരു പൊട്ടലുണ്ടായി. അത് എന്തിനാന്ന് അറിയത്തില്ല. അതിന് അവിടെ ഗ്യാസ് സിലിണ്ടർ പോലെ ഇരുന്നാണോന്നും അറിയത്തില്ല. അപ്പോഴത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി. അല്ല, ഇതിനകത്ത് പ്ലാസ്റ്റിക് ഐറ്റംസിലാ, വേറെ ഐറ്റംസുകളില്ല ഇതിനകത്ത്. അത് ഈ ഒന്നാമത് ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട് ഇവിടെ. ഇനി അവർ വല്ല കള്ളുടിക്കാൻ കയറിയിരുന്ന അങ്ങനെ വല്ല തീയിട്ടാണെന്നുള്ള, അല്ല ഷോർട്ട് സർക്യൂട്ട് ആവാനുള്ള മാർഗ്ഗങ്ങളില്ല. ഇങ്ങോട്ട് ലൈനില്ല, കറണ്ടില്ല. കറണ്ട് അവിടെ മുതൽ അങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങോട്ട് കറണ്ടില്ല. പിന്നെ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാനായിട്ട് മാർഗ്ഗമില്ല. ഇതിന് ഇപ്പൊ ഈ കാണുന്ന സ്ഥലം, ഇപ്പൊ ഈ വെള്ളം ഒഴിക്കുന്നില്ലേ, അതിന്റെ അവിടെ കത്തിയത്. പിന്നെ ആളിപ്പടരുന്നു. കണ്ടോളെ നല്ല നഷ്ടമുണ്ട്. ചെറിയ നഷ്ടമല്ല, നല്ല നഷ്ടമുണ്ട്. പിന്നെ പ്രദീപ്. ഇപ്പോൾ ഈ പ്രദീപ്, അത് ഈ സ്ഥാപനത്തിന്റെ ഉടമയുടെ ഒരു ബന്ധു കൂടിയാണ്. അദ്ദേഹം ഉൾപ്പെടെ ഇവിടെ വളരെ വേഗത്തിലെത്തിയിരുന്നു. പറഞ്ഞത് നേരത്തെ ഉടമ പറഞ്ഞതിന് സമാനമായ കാര്യങ്ങളാണ്. ഈ തീപിടുത്തം ഉണ്ടായത് ചിലപ്പോൾ സാമൂഹ്യ വിരുദ്ധർ ഉൾപ്പെടെ ഇവിടെ വന്ന ശേഷം തീയിട്ടതാകാം എന്നുള്ളൊരു സംശയം കൂടിയാണ് പങ്കുവെക്കുന്നത്. ഏതായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇതിന്റെ പുറകുവശത്ത്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്താണ് ആദ്യം തീ പടർന്നു പിടിച്ചത്. അവിടെ നിന്നാണ് തീ മറ്റു ഭാഗങ്ങളിലേക്കും പടർന്നതെന്നുള്ളതാണ് പ്രദീപ് പറയുന്നത്. നേരത്തെ രാജു, ഈ സ്ഥാപനത്തിന്റെ ഉടമയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹവും സമാനമായ ചില സംശയങ്ങൾ പറഞ്ഞിരുന്നു. കത്തി അമർന്നു പോയ പ്ലാസ്റ്റിക് പാത്രങ്ങളും ടിൻ പാത്രങ്ങളും ഉൾപ്പെടെയുള്ളതാണ് ആ ദൃശ്യങ്ങൾ കാണുന്നത്. ഇതുപോലെ വലിയ പ്ലാസ്റ്റിക്കിന്റെയും ആക്രി സാധനങ്ങളുടെയും ഒരു ഇത് തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ വാങ്ങിവെച്ചിരുന്ന വാഹനങ്ങൾ അതൊക്കെ ഉപയോഗശൂന്യമായിരുന്നു. പക്ഷെ അതെല്ലാം പൂർണ്ണമായും കത്തി നശിച്ച ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതായാലും മണിക്കൂറുകൾ നീണ്ട പരിശ്രമം, വലിയൊരു തീപിടുത്തമായിരുന്ന മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാമായിരുന്ന ഒരു അപകടത്തെയാണ് പോലീസും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെ അത് നിയന്ത്രിച്ചിരിക്കുന്നത്. കൊച്ചി നഗരത്തിന്റെ ഹൃദയമാണ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്. IOCയുടെ പൈപ്പ് ലൈൻ, പെട്രോളിയം പൈപ്പ് ലൈൻ കടന്നു പോകുന്ന മേഖലയാണ്. അങ്ങനെ നിരവധി സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാമായിരുന്ന, അപകട സാധ്യത ഉണ്ടാകാമായിരുന്ന ആ പ്രദേശത്താണ് ആ തീപിടുത്തം വളരെ കൃത്യമായി തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഏകദേശം മണിക്കൂറുകൾ, 10ലധികം ഫയർ യൂണിറ്റുകൾ ഇവിടെ എത്തിയെന്നാണ് നേരത്തെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോട്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. ഏതായാലും അതിന്റെ അവസാനഘട്ട തീ അണയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങൾ തന്നെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയും കനത്ത പുകയ്ക്കുള്ളിൽ, അത് വിഷപ്പുകയാണ്, ആ വിഷപ്പുകയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ തീ അണച്ചുകൊണ്ട്, ആ മാലിന്യങ്ങൾ നീക്കിക്കൊണ്ട് തീ പിടിക്കാനുള്ള ഒരു സാധ്യത പോലും ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയൊരു യത്നം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ആ തീ പൂർണ്ണമായും നിയന്ത്രിച്ച് അതിന്റെ പരിശോധനകളും കഴിഞ്ഞ ശേഷം മാത്രമേ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് ഏതായാലും നീങ്ങുകയുള്ളൂ. അതിനുശേഷം സുരക്ഷാ പരിശോധന ഉണ്ടാകുമെന്ന് നേരത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞിരുന്നു.
ഇപ്പോൾ ഈ പറഞ്ഞ സംശയങ്ങൾ ഉൾപ്പെടെ പരാതിയായി എത്തിക്കഴിഞ്ഞാൽ അതിൽ അന്വേഷണം സ്വാഭാവികമായും ഉണ്ടാകും. ഏതായാലും ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് അല്ല ഉണ്ടായത് എന്നുള്ളത് സ്ഥാപന ഉടമ ഉൾപ്പെടെ പറയുന്നുണ്ട്. കാരണം ഇങ്ങോട്ട് ലൈനില്ല, KSEBയുടെ വൈദ്യുതി ലൈൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണമെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും അതിന്റെ പരിശോധനകളും അന്വേഷണങ്ങളും നടക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തം തന്നെ ഉണ്ടായിരിക്കുന്നു. ആ തീപിടുത്തം ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാനും സാധിച്ചിരിക്കുന്നു.